സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ ബിരിയാണി. ഇതിനകത്ത് റൈസും ചിക്കനും നമ്മൾ തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത്. വളരെ ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 2 കപ്പ് ബാസ്മതി റൈസ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. പിന്നെ ഈ റൈസ് നമ്മൾ തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3.25 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ 2ാം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ സാധാരണ നമ്മൾ ബസ്മതി റൈസ് വേവിക്കുമ്പോൾ 2 കപ്പ് ബസ്മതി റൈസിന് 4 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. പക്ഷെ ഞാനിതിപ്പോൾ 2ാമത്തെ തവണയാണ് ഈ ബിരിയാണി വെക്കുന്നത്. ആദ്യത്തെ തവണ ഞാൻ വെച്ചപ്പോൾ എനിക്ക് കുറച്ച് ചോറൊന്ന് കുഴഞ്ഞു പോയി. അപ്പോൾ ഒരു 3.25 കപ്പ് വെള്ളം മതി എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3.25 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തത്. അപ്പോൾ നിങ്ങളിത് കുക്ക് ചെയ്യുമ്പോഴും ആദ്യം 3.25 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് നോക്കുക. അതിന് ശേഷം ചോറിന് പിന്നെ കുറച്ചും കൂടി വേവ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാക്കി 1/4 കപ്പ് ചേർക്കാം. കാരണം ബസ്മതി റൈസിന് തന്നെ പല അരിക്കും പല വേവായിരിക്കും. പിന്നെ വേണ്ടത് ഏലക്കയാണ്. ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പും വേണം. ആദ്യം ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയാൽ മതി. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതിനി ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച 1/2 കിലോ ചിക്കൻ, പിന്നെ വേണ്ടത് 3 സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത്, 3 പച്ചമുളക്, 2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ തൈര്, 2 ചെറിയ തക്കാളി അരിഞ്ഞെടുത്തത്, ആവശ്യത്തിന് മല്ലിയില, കുറച്ച് പുതിനയില, പിന്നെ ആവശ്യത്തിന് നെയ്യ് വേണം, എണ്ണ വേണം, ഉപ്പ് വേണം. പിന്നെ നമ്മൾ ഈ ചിക്കൻ മസാല വേവിച്ചെടുക്കുന്നതും തേങ്ങാപ്പാലിലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിങ്ങ വേണം, കുറച്ച് കശുവണ്ടി. ഇതിനൊന്നും കറക്റ്റ് അളവില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. പിന്നെ ഒരു 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, കുറച്ച് മല്ലിയില. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ആദ്യം അരി വേവിച്ചെടുക്കാം. ഞാനൊരു പാനിലോട്ട് 3.25 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുവാണ്. ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അരി ഒന്ന് നെയ്യിൽ വഴറ്റിയെടുക്കുകയും വേണം. അപ്പോൾ ഈ തേങ്ങാപ്പാലൊന്ന് ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തേങ്ങാപ്പാൽ ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു ബർണറിലോട്ട് മാറ്റാൻ പോവാണ്. അത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അരി നെയ്യിൽ വഴറ്റിയെടുക്കാം. വേറൊരു പാൻ വെക്കാം. അതിനകത്തോട്ട് നെയ്യ് ചേർത്തിട്ട് നമുക്ക് അരി വഴറ്റിയെടുക്കണം. ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. ഈ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാവണം. ഇതിനകത്തേക്ക് 4 ഏലക്ക ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ചേർക്കാം. വെള്ളം കളഞ്ഞിട്ട് ചേർക്കാം. ഈ അരി ഇനി ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അരി നന്നായിട്ട് മൂത്ത ഒരു മണം വരും. പക്ഷെ അതിൻ്റെ നിറം ഒന്നും മാറാൻ പാടില്ല. അത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടാനും തുടങ്ങും. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. തേങ്ങാപ്പാലും തിളച്ചു. അപ്പോൾ ഞാനത് ഒഴിക്കുവാണ്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ 3.25 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തത്. ആദ്യം അത്ര ചേർത്താൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഒരു 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെപ്പോഴും വെള്ളം വറ്റിച്ച് ചോറ് വേവിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ.
ഇനി ഇത് ഞാൻ അടച്ചു വെക്കാൻ പോവാണ്. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമുക്ക് ഈ റൈസ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലെല്ലാം വറ്റിയിട്ട് കറക്റ്റ് വേവായിട്ടുണ്ട് ചോറ്. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് പിന്നെ തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ല. 3.25 കപ്പ് തേങ്ങാപ്പാൽ മാത്രമാണ് ചേർത്തത്. ഇതിനി മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. ചിക്കൻ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പാൻ വെക്കുക. അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണയുടെ കൂടെ കുറച്ച് നെയ്യും കൂടെ വേണമെങ്കിലും ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. തേങ്ങാപ്പാൽ ചേർത്ത ബിരിയാണി ആയതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് സവോള ചേർക്കണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് സവോള ചേർക്കാം. മീഡിയം സൈസിലുള്ള 3 സവോളയാണ്. ഈ സവോള ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് നിറം മാറുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സവോള പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഇപ്പോൾ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ചെറുതായിട്ട് നിറം മാറാനും തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായിട്ട് മാറണം. അതുപോലെ സവോള കുറച്ചും കൂടി വാടി കുറച്ചും കൂടി നിറം മാറുകയും വേണം. അതുവരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് മതിയാവും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി ചേർക്കാം. 2 ചെറിയ തക്കാളിയാണ്. ഇനി തക്കാളി ഒന്ന് വേവുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഗരം മസാല ചേർക്കാം. 2 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പൗഡറാണ്. ഇനി അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഗരം മസാലയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തൈര് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ തൈരാണ്. പുളി കുറഞ്ഞ തൈര് ഉപയോഗിക്കണം. തൈര് ചേർക്കുന്ന സമയത്ത് തീ ചെറുതായി ഒന്ന് കുറച്ച് വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കാം. ഒരു അരമണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചതാണ്. മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. മല്ലിയിലയുടെയും പുതിനയിലയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കി വേണം ചേർക്കാനായിട്ട്. ഇനി ആ മസാല ചിക്കനിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. 1-ാം പാലാണ്, നല്ല കട്ടി തേങ്ങാപ്പാൽ 1/4 കപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഈ ചിക്കനിൽ നിന്ന് നല്ലോണം വെള്ളം വരും. അപ്പോൾ അതും കൂടി ആകുമ്പോൾ കറക്റ്റ് ഗ്രേവി ആയിരിക്കും ഇതിന്. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് ഗ്രേവി കുറച്ച് മസാലയായി വരുന്ന വരെ നമുക്ക് വേവിക്കാം. നമുക്ക് മസാല തുറന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതെല്ലാം ബാക്കിയുള്ള വെള്ളം എല്ലാം ചിക്കനിൽ നിന്ന് വന്നതാണ്. നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് തുറന്നിട്ടിട്ട് വേവിക്കാൻ പോവാണ്. മസാല കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഞാൻ മസാല കുറച്ചും കൂടി വറ്റിച്ചെടുത്തു. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്ര മതിയാവും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. ഒരു 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം.
നമുക്കിപ്പോൾ തീ ഓഫ് ചെയ്യാം. ഇത് മസാല റെഡി ആയി കഴിഞ്ഞു. ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഇപ്പോൾ സവോള വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. നെയ്യ് നന്നായിട്ട് ചൂടാവണം. ഇതിനകത്തേക്ക് നമുക്ക് സവോള ചേർക്കാം. 2 ടേബിൾ സ്പൂൺ സവോളയാണ്. സവോള നന്നായിട്ട് ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ സവോള നല്ലതായിട്ട് ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് കശുവണ്ടി ചേർക്കാം. കശുവണ്ടിയുടെ നിറം ഒന്ന് മാറുന്നത് വരെ വറുത്തെടുക്കാം. കശുവണ്ടിയുടെ നിറം ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മതിയാവും. ഇത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇപ്പം നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കുവാണ്. ഈ തേങ്ങാപ്പാലിൻ്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് ശരിക്കും ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ കലക്കണം എന്നില്ല. വെറുതെ ഗരം മസാല ബിരിയാണിയുടെ മുകളിൽ ഇട്ട് കൊടുത്താലും മതിയാവും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഈ ബിരിയാണി ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ബിരിയാണി ലെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. അതിൻ്റെ താഴെ നല്ലതായിട്ടൊന്ന് നെയ്യ് തേക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. 2-3 ലെയറായിട്ട് വേണമെങ്കിലും ചെയ്യാം ഇത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ താഴെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇടാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കലക്കി വെച്ച തേങ്ങാപ്പാലും ഗരം മസാലയും കൂടി ഒഴിച്ചു കൊടുക്കുക. കശുവണ്ടി വറുത്തതും മുന്തിരിങ്ങയും ചേർക്കാം. സവോള വറുത്തെടുത്തത് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും ചേർക്കാം. നമ്മളിത് ലെയർ ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. ഞാൻ എപ്പോഴും സാധാരണ വീട്ടിൽ തവയിൽ വെച്ച് ചൂടാക്കിയാണ് ദം ചെയ്യാറുള്ളത്. അല്ലാതെ ഇങ്ങനെ ഗോതമ്പ് മാവ് വെച്ച് ഒട്ടിച്ചൊന്നും ഞാൻ സാധാരണ ചെയ്യാറില്ല. എനിക്കതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നും അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു അടപ്പ് വെച്ചിട്ട് അടയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെക്കും. ചൂട് വെള്ളം വെക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഒരു തവ നന്നായിട്ട് ചൂടാക്കുക. നല്ല ഫ്ലാറ്റായിട്ടുള്ളൊരു പാൻ നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇനി ആ ചൂടായ ആ പാനിലോട്ട് നമ്മൾ ഈ ബിരിയാണിയുടെ പാത്രം വെച്ചു. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ നല്ല ചൂട് വെള്ളം, ഒരു വലിയ പാത്രത്തിൽ നല്ല ചൂട് വെള്ളം വെക്കാൻ പോവാണ്. ഇത് ശരിക്കും നമ്മൾ ദം ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഉള്ളിൽ തന്നെ നിൽക്കും, പുറത്തോട്ടൊന്നും പോവില്ല. ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് നമുക്കിങ്ങനെ അടച്ചു വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡിയാവും. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് വെച്ചു. നമ്മുടെ തേങ്ങാപ്പാൽ ചിക്കൻ ബിരിയാണി റെഡിയാണ്. ഇത് പതുക്കെ ഒന്ന് ഇളക്കി നോക്കാം. എൻ്റെ വീട്ടിൽ പൊതുവേ ബിരിയാണിക്ക് കുറച്ച് ഗ്രേവി ഉള്ളതാണ് ഇഷ്ടം. ഒത്തിരി ഡ്രൈ ആയിരിക്കുന്ന ബിരിയാണി ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല. അപ്പം ഇതും അങ്ങനത്തെ ഒരു ബിരിയാണിയാണ്. വളരെ ടേസ്റ്റിയാണ്, നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മൊബൈലിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും.